വെൽക്കം ടു ജെഡി വ്ലോഗ്സ്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻപിടുത്തം. നല്ല ചൂണ്ട, പിന്നെ കൊട എന്തിടാ മഴ. അപ്പൊ ഇവിടെ നല്ല മഴയുണ്ട്. നമ്മളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കൽ. അറിയില്ലെങ്കിൽ നമ്മള് മീൻ പിടിച്ചെന്ന് പൊരിച്ച് തിന്നും നമ്മള്. അറിയില്ലെങ്കിൽ ഇതില് നമ്മൾ എന്താ ചേർക്കാൻ പോണത്? മണ്ണീര, മൈദ മാവ് മഞ്ഞൾപ്പൊടിയിൽ കുഴച്ചതാണ് നമ്മൾ ഇതില് ചെയ്യാൻ പോണത്. ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ നടന്ന് മാറിക്കടി. മറ്റേ ചാക്ക് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടോ? എന്ത് മീനാ? അത്രയും മീൻ പിടിക്കും ഞാൻ. കിലോ കണക്കിന് ആള് വീതം 3 കിലോ. അപ്പൊ 15 കിലോ മീൻ പിടിക്കും ഞാനിപ്പോ. 15 ഒരു മീൻ പിടിച്ചോണ്ട് കാണിച്ച ഒരു മീൻ കുളത്തിലാകെ 2 മീനുള്ളൂ. കുളത്തിലാകുമ്പോൾ 5 മിനിറ്റ് ഉള്ളൂ. ഇത് നമ്മൾ ആദ്യം എങ്ങനെ കോർക്കുക പറഞ്ഞാൽ നമ്മൾ ഇത് ആദ്യം ഇങ്ങനെ ആക്കുക. എന്നിട്ട് അങ്ങനെയല്ല, ഇങ്ങനെ ആക്കിയാൽ കാണുമോ കിഴങ്ങ? ഇത് ആദ്യം ഉണ്ടാക്കുക, ടൈറ്റ് ആക്കി വെച്ചിട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഞാനിപ്പോ അവിടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറന്നോ, അല്ലെ കണ്ണു കുറുക്കണ്ടട്ടാ, മറന്നോ, പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ. അച്ഛനെ പോലെയുള്ള ഒരു ഏതെങ്കിലും മണ്ട മീനുകൾ ഉണ്ടാവും, എരിയില്ലാണ്ടിട്ട് നോക്ക് വന്ന് കൊത്തും. ബുദ്ധിയില്ലാത്ത മീനുകളെ. മീനെ കിട്ടാൻ ഒരു വഴിയുണ്ട്. കടയിൽ പോയി മീൻ കിട്ടാൻ ഒരു വഴിയുണ്ട്, മീൻ മാർക്കറ്റിൽ പോയി മേടിക്കാൻ. അല്ല, മുന്നിനടുത്തിൽ ഇട്ടാ മതി, അവിടെ മീനൊക്കെ ചത്തു പൊങ്ങിക്കോളും. അതെ, കണ്ടിന്യൂസ് ആയിട്ട് പോണേക്കാളും കണ്ടുനൂട്ടി പാമ്പുണ്ടെങ്കിൽ അത് കൊത്തും, മീൻ കൊത്തും എനിക്ക് തോന്നുന്നില്ല. പാമ്പുണ്ടാവോ? അവിടേക്കാണോ നീ വിളിച്ചിട്ട് വന്നത്? നീ അവിടെ പോയി ഇറങ്ങ്, മീനുകളൊക്കെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഈ ഇവിടെ സ്ഥലം ഒരു രാശിയില്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് പിടിക്കാം. മാറാ, ഇപ്പുറത്താ. ഇതിന് നമ്മള് ഇപ്പുറത്ത് രാശിയില്ല, ഇപ്പുറത്ത് നിന്ന് കിട്ടുന്നു. മീൻ കിട്ടിയിരിക്കുന്നു സക്സസ്ഫുള്ളി. നമ്മൾ മീൻ പിടിക്കാൻ വന്നാൽ മീൻ പിടിച്ചിരിക്കും. ഇതെത്ര കരിമീനാണ്? സിലോപ്പി. ഇത് നമ്മുടെ ഇത് പിടിക്ക്. മീൻ ഞാൻ പിടിച്ചതെന്നില്ല, ഇതിന് പിടിക്ക്. ഇത് ചൂണ്ട പിടി, മുണ്ടൊന്നും എടുക്കട്ടെ. ഞാൻ മീൻ പിടിച്ചിരിക്കുന്നു. മീൻ പിടിച്ചിരിക്കുന്നു. നാഗടി ഉണ്ടോ? ഇനി നമ്മൾ എടാ ഇതിന് എങ്ങനെ ഒന്നെടുക്ക്. അത് വായില് സിലോപ്പിയ. ഇത് എടുത്തേക്ക്. ഇതെങ്ങനെയാണ്? മണ്ണിലല്ലേ കവർ എടുത്തിട്ട് എടാ ഒരു മീൻ ഞാൻ വരുന്നു പറഞ്ഞ മീനെ കുമിഞ്ഞു കൂടുന്ന അറിയില്ല നിനക്ക്. ഇതിലിടാൻ പറ്റുമോ? ചെളിവെള്ളത്തിലാ അത് പൂടാ. ഞാൻ വരുന്നു എന്ന് അറിയുമ്പോ ഒരു കവർ എടുത്തിട്ട് എന്റെ മീൻ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്ന അറിയില്ലേ? കൊന്നാലോ? ചാവരുത്, ഞാൻ ജീവനോടെ പിടിച്ച മീനില്ലേ. ഇതിന് ഞാൻ വിട്ടിട്ട് വേണമെങ്കിൽ തിരിച്ചു വിട്ടിട്ട് വീണ്ടും പിടിക്കട്ടെ. ഞാൻ അങ്ങനെയാണ്, ഞാൻ തിരിച്ചു വിട്ട് വീണ്ടും പിടിക്കും. ഇത് എങ്ങനെയാണിത്? അത് എടുത്ത് ഞാൻ അപ്പൊ തന്നെ വലിക്കണ്ടേ? അതിന്റെ സാധനം വീടി വലിക്കുന്ന പോലെ അല്ല ഇത്. ഇതൊക്കെ സമയവും സാഹചര്യവും ഉണ്ട്. നമുക്കറിയാം. കിട്ടി ഗൈസ്. ആ ചൂണ്ട വന്നപ്പോ കണ്ണ് കുത്തി ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വയ്യാട്ടാ. നിക്ക് നമ്മള് മണ്ണിര കോർക്കുക. ഇതാണ് സാധനം. ആ ചെറിയ മീനൊക്കെ എന്തിനാ? എന്തിനാ കൊളുത്തുന്നത്? അത് മാത്രമേ ഉള്ളൂ. ഇത് പിടിക്ക്. ചെക്കൻ എന്റെ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടല്ലേ ചില നേരത്തെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എടാ 50 ഗ്രാമിന്റെ മീന് 10 എണ്ണം പിടിച്ച 1/2 കിലോ, അല്ലാണ്ട് 1/2 കിലോന്റെ ജീവിതകാലം മുഴുവൻ അവിടെ ഇരിക്കുള്ളൂ. അപ്പൊ എന്താ നേരത്തെ? അല്ല, ഞാൻ പിടിച്ച പോലെയാണല്ലോ പറയുന്നത്.
മറ്റേ ചിന്ന രാത്രി പോയി ചൂണ്ടിരുന്ന് രാവിലെ മീനേ തൂക്കി പോകുന്നു. മീൻ കിട്ടിയവര് തമ്മിൽ ഡിസ്കസ് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാണ് ഞാൻ പിടിച്ചുട്ടാ, ഞാൻ പിടിച്ചു. ഞാനും പിടിച്ചു. കൊണ്ടുപോയത്ര ഇതാ ഇപ്പൊ അവിടെ ഇപ്പൊ കണ്ണൂടെ കിട്ടി സീന്. എനിക്കിത് മതി. ഇതാ ജീവനുള്ള നിങ്ങൾ വിചാരിക്കും ഡമ്മി എന്നല്ല, ജീവനുള്ള മീൻ. അല്ല, ജീവനുണ്ട് guys, ജീവനുണ്ട്. പിടിക്കെടുക്ക്. അല്ല, എനിക്ക് എടുക്കാൻ വേണ്ടിയാണ്. കയ്യിൽ ചോര. ആന്റെ മീൻ വിചാരിക്കണേ. ഇവിടെ ചോര കിച്ചു. അതെ, ഇനി അത് ശരിയാക്കണം നമ്മള് കൊണ്ടാണ്. ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ വിജയം. ആദ്യമായിട്ട് പരീക്ഷയ്ക്കൊക്കെ തോക്കുന്ന മുന്നേ മീൻപിടുത്തത്തിൽ ജയിച്ചിരിക്കുന്നു. അവിടെ ഇട്ട് ചൂണ്ടാ കൊത്തി വലിക്കടാ. എന്റെ മേലെല്ലാം വലിക്കണ്ട പെണ്ണേ. ഇവിടെ ഇട് പെണ്ണേ, ഇവിടെ ഇട്. അതിനെ കുറുമ്പ് തിന്നു. നമ്മളെല്ലാരും പിടിച്ചുട്ടോ ഒന്നൊന്നായിട്ട്. നാണക്കേടാണ്. ഞാൻ പിടിച്ചു ഒന്ന് കണ്ടില്ലേ? ഞാൻ പിടിച്ചത് കണ്ടില്ലേ? അയ്യോ വലിയടാ. എന്താ വരാത്ത? മീൻ്റെ അടുത്ത് ചോദിക്കി. ഇത്ര വരാത്ത എന്താ വരാത്ത? ഇതെവിടേക്ക് കൊണ്ടുപോണ്? കയറ് മാത്രം വേണ്ട വിട്ടുകളാ. പെണ്ണുങ്ങളാണോ? ചിന്നിക്കായിട്ട് വല വീശിട്ടാണ് പരിചയം കോളേജിന്റെ ഫ്രണ്ടില്. മീൻപിടുത്തം നമുക്ക് അത്ര വശമില്ല. ഞാൻ ഇവിടുന്ന് മാറിക്ക. എനിക്ക് ജീവനിൽ 15 വർഷത്തിന് ശേഷം മീൻ പിടിക്കാമെന്ന് എനിക്ക് തുരുതുരാ മീൻ. ഞാൻ വർഷത്തിൽ ആദ്യമായിട്ട് വന്നിട്ട് എനിക്ക് കിട്ടി. ജീവിതത്തില് ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വർഷത്തിലും പോണ്ട്. ഇത് ഞാനൊന്ന് പിടിച്ചിട്ട് കൈ കൂടി കാണിച്ചു. ക്യാമറയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കട്ടെ. കളയല്ല, ഞാൻ കൈ തരാം. അവിടെ കാണിച്ചോട്. ഞാനും പിടിച്ചു. ഞങ്ങളെല്ലാം പിടിച്ചു കൂട്ടാ. ഞങ്ങളെല്ലാം പിടിച്ചുള്ള കാര്യം പറയാലോ. നിങ്ങളൊക്കെ വലിയ വിജയങ്ങളിൽ സക്സസ് ആവുന്ന മറ്റേ സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ അങ്ങനെയല്ല. എന്റെ ചെറിയ വിജയങ്ങൾ വരെ ഞാൻ ആഘോഷിക്കും. ഇനി ഒരു മീനും വരില്ല. അത്രയ്ക്ക് തീറ്റ ഞാൻ കൊടുത്തു. ഇനി മറ്റേ ഓരോ മീനും പിടിക്കുന്നവർക്ക് 10 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇറങ്ങും. ഇത് കൊത്തുമ്പോഴാണ് വലിക്കേണ്ടത്, കൊത്തി കഴിഞ്ഞിട്ടാണ് വലിക്കേണ്ടത്. ആദ്യം ഇടാൻ പഠിക്കും. കൊത്തുമ്പോഴാണ് മൊത്തം. അപ്പൊ കിട്ടും നോക്കിയോ. ഞാൻ വിചാരിച്ചത് നമ്മളുടെ ഒരു കിട്ടിയിരിക്കണു. ഓ ഒന്നുമില്ല. അപ്പോട്ട് എടുക്കാതെ കൊത്തുമ്പോ എടുത്താ മതി. രാവിലെ കൊത്തില്ല എന്ന് പറയുമ്പോ നമ്മള് കൊത്തിക്കണം. ഇവന് മീൻ പിടിക്കാറില്ലല്ലോ, നീ മീൻ എടുത്തു വെക്കി. അതാണ് നിന്റെ പണി. അച്ചേട്ടൻ വർക്ക് 0, വായ്ത്താളം 100. വർക്ക് 0, വായ്ത്താളം 100. ഒരു മീൻ പിടിച്ചവൻ ഒരെണ്ണം. ഞാൻ പിടിച്ചവരുത്ത് അപ്പുറത്ത് വെച്ച കൂട്ടില്ല. തെളിവുണ്ട്. മഴ വരുന്ന കാരണം കൊണ്ട് നമ്മൾ മീൻപിടുത്തം നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പിടിച്ച മീനുകൾ. നമുക്ക് ഈ മീനുകൾ ആവശ്യമില്ല. നമ്മൾ ഓരോന്നിനെയും റിലീസ് ചെയ്യാണ്. സൽക്കർമ്മം. മീൻ പിടിക്കുന്നതിനിടയിൽ യുവാവ് കുളത്തിൽ വഴിക്ക് വീണു. അപ്പൊ നമ്മള് പിടിച്ച മീനുകളിലൊക്കെ കുളത്തിൽ തന്നെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. നമ്മളൊരു ഫണ്ടിന് വേണ്ടിയിട്ടാണ്. വെറും ഫൺ. പക്ഷെ ഞാൻ വലുത് പിടിച്ചു വരണം അല്ലേ? ഇത് ഇത്ര അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ബൈ ബൈ. வெண்பனிமலரே உன் வாசம் உயிரில் புது சுவாசம் தருதே உன் இருவிழியால் என் ஆயுள் ரேகை புது வாழ்வு பெறுதே காலங்கள் ஓய்ந்த பின்னும் காதல் என்ன வாலிபம் தேய்ந்த பின்னும் கூச்சம் தான் என்ன